മെറ്റ AI കൂടാതെ ചിത്രനിർമ്മാണത്തിന് ഉതകുന്ന ധാരാളം നിർമ്മിത ബുദ്ധി സങ്കേതങ്ങൾ ഇന്ന് ലഭ്യമാണ്. അവയിലൊന്നാണ് ലിയോനാർഡോ.ai എന്നതാണ് ഇതിന്റെ വെബ്സൈറ്റ് അഡ്രസ്. നമ്മുടെ സിസ്റ്റത്തിലെ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ തുറന്ന് അഡ്രസ് ബാറിലായി ലിയോനാർഡോ.ai എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ കീ അമർത്തി കഴിഞ്ഞാൽ ലിയോനാർഡോയുടെ ഹോം പേജിലേക്ക് പ്രവേശിക്കാനായി കഴിയും. ഹോം പേജിലായി മധ്യഭാഗത്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊരു ബട്ടണും മുകൾ വശത്തായി ലോഞ്ച് ആപ്പ് എന്നൊരു ബട്ടണും ഉണ്ടാകും. ഇവ രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലിയോനാർഡോയുടെ ലോഗിൻ പേജിലേക്ക് പ്രവേശിക്കുവാനായി കഴിയും. ഞാനിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ബട്ടൺ അമർത്തുകയാണ്. ഇതോടുകൂടി ലിയോനാർഡോയുടെ ലോഗിൻ പേജിലേക്ക് പ്രവേശിക്കാനായി കഴിയും. ലോഗിൻ പേജിലായി ഒന്നിലധികം ലോഗിൻ ഓപ്ഷനുകൾ ലഭ്യമാണ്. ഇവിടെ ജിമെയിലിന്റെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്യാനായി ശ്രമിക്കുന്നത്. അതിനാൽ ഇവിടെ ഗൂഗിൾ എന്ന ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക വഴി ജിമെയിലിന്റെ യൂസർ നെയിമും പാസ്വേഡും ചേർക്കാനുള്ള ജാലകങ്ങൾ ദൃശ്യമാകും. അവിടെ ആവശ്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ലിയോനാർഡോയുടെ ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്യാനായി സാധിക്കും. ലിയോനാർഡോയുടെ ഡാഷ്ബോർഡിലായി ധാരാളം സൗകര്യങ്ങൾ ലഭ്യമാണ്. ഇതിൽ നിന്നും ഇമേജ് ക്രിയേഷൻ എന്ന സൗകര്യമാണ് ഇവിടെ പ്രയോജനപ്പെടുത്താനായി പോകുന്നത്. ഇമേജ് ക്രിയേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി മറ്റൊരു പേജിലേക്ക് പ്രവേശിക്കും. ഈ പേജിന്റെ മുകൾ ഭാഗത്തായി നമുക്ക് ആവശ്യമായ പ്രോംപ്റ്റ് ചേർക്കുവാനുള്ള ബോക്സ് ദൃശ്യമാകും. ആ ബോക്സിന്റെ വലതുഭാഗത്തായി ചിത്രം ജനറേറ്റ് ചെയ്യാനുള്ള ബട്ടണും ദൃശ്യമാകും. പ്രോംപ്റ്റ് നൽകാനുള്ള ബോക്സിലായി ഒന്നും നൽകിയിട്ടില്ല എങ്കിൽ ജനറേറ്റ് ബട്ടൺ ഡിസേബിൾ ആയിരിക്കും. പ്രോംപ്റ്റ് ചേർക്കുന്നതോടുകൂടി ജനറേറ്റ് ബട്ടൺ എനേബിൾ ആകുന്നതായി കാണാൻ സാധിക്കും. ഒരു നായയ്ക്ക് വളകൾ വിൽക്കുന്ന പൂച്ചയുടെ ചിത്രമാണ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്. അതിനാവശ്യമായ പ്രോംപ്റ്റ് ഇവിടെ ചേർക്കുകയാണ്. ജനറേറ്റ് ഇമേജ് ഓഫ് എ കാറ്റ് സെല്ലിംഗ് ബാംഗിൾസ് ടു എ ഡോഗ് എന്നതാണ് ഇവിടെ നൽകുന്ന പ്രോംപ്റ്റ്. പ്രോംപ്റ്റ് നൽകിയ ശേഷം ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ചിത്രം നിർമ്മിക്കപ്പെടുന്നതായി കാണാം. ഇതേ പേജിൽ തന്നെ ഇടതുവശത്തായി പ്രോംപ്റ്റിനെ എൻഹാൻസ് ചെയ്യിക്കാനുള്ള സംവിധാനം, നിർമ്മിക്കപ്പെടേണ്ട ചിത്രത്തിന്റെ സ്റ്റൈൽ, അതിന്റെ മീഡിയം, ജനറേഷൻ മോഡ്, ഇമേജിന്റെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം, എത്ര ചിത്രങ്ങളാണ് നിർമ്മിക്കപ്പെടേണ്ടത് തുടങ്ങിയ വിവരങ്ങൾ ചേർക്കുവാനുള്ള സംവിധാനങ്ങൾ ദൃശ്യമാകും. ഇതേ പേജിന്റെ മധ്യഭാഗത്തായി സൃഷ്ടിക്കപ്പെട്ട ചിത്രങ്ങൾ കാണാൻ സാധിക്കും. ഒരു ചിത്രം ഡൗൺലോഡ് ചെയ്യുന്നതിനായി ആ ചിത്രത്തിലേക്ക് മൗസ് പോയിന്റർ കൊണ്ടുവരിക. മൗസ് പോയിന്റർ അവിടെ കൊണ്ടുവരുമ്പോൾ ഒരു ഡൗൺലോഡ് ചിഹ്നം അവിടെ ദൃശ്യമാകും. ആ ഡൗൺലോഡ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക വഴി ചിത്രം നമ്മളുടെ ഡിവൈസിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടും.